നമസ്കാരം, എന്തുകൊണ്ട് വിശേഷം? ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് ബാലുശ്ശേരിക്ക് അടുത്തുള്ള മുതുവാട്ടുതാഴം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾ കണ്ടില്ലേ, വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഗ്രാമം എന്ന് തന്നെ പറയണം. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ സ്ഥലം എന്ന് പറയുന്നത്. ആ കാണുന്ന മല കണ്ടില്ലേ, അത് എലിയോട് മല എന്ന് പറഞ്ഞൊരു മലയാണ്. ഭയങ്കര രസമാണ്. ഇവിടുത്തെ ആളുകളെന്ന് പറയുന്നത് കൂടുതലും എന്താ പറയുക, കൃഷി കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ, പാടമൊക്കെ കണ്ടില്ലേ, ഭയങ്കര ഒരു രസമുള്ള സ്ഥലം തന്നെയാണ്. അപ്പം നമ്മളിവിടെ വന്നത് എന്ന് പറഞ്ഞാൽ രാവിലെ ഇവിടെ ഷൂട്ട് തുടങ്ങേണ്ട സമയമായി. പക്ഷേ നമുക്ക് ഗെയിംസ് ഒന്നും ആയിട്ടില്ല. ഓരോ ദിവസവും പല പല ഗെയിമുകൾ കൊണ്ടുവരുന്നുണ്ട്. ഏറ്റവും എളുപ്പമുള്ള ഗെയിമായിരിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്ത് ഗെയിം വേണമെന്നാണ് നമ്മുടെ അന്വേഷിച്ച് നടക്കുന്നത്. ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. എന്തെങ്കിലും കിട്ടും, കിട്ടാതിരിക്കില്ല. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് കേസിട്ട് പിടിച്ചു നോക്കാം. നമ്മുടെ ചേട്ടൻ അതൊരു കൊലയായിട്ട് പോകുന്നുണ്ട്, വാഴക്കൊലയായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോലെ. നമുക്കൊന്ന് സെറ്റ് ചെയ്യാം, ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, ഉയ് എന്നുണ്ട് എവിടെ പോവാ? കൊല വെക്കാൻ കൊടുക്കാം. അതെ, എവിടെ കൊടുക്കുന്നത്? ഇവിടെ കടയിൽ. അതെയോ? ഇത് എന്നാ വിലയ്ക്കാണ് കൊടുക്കുന്നത്? 350 റുപ്യാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ ഇവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നില്ലേ, അതിനായിട്ട് വന്നതാണ്. ഇവിടെ നമ്മുടെ ഒരു സൂപ്പർ ബമ്പർ സമ്മാനം കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. എന്നാലും നാട്ടിലുള്ളവരൊക്കെ ഒന്ന് പാട്ട് കേട്ടോ, അവിടെ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ടോ? അപ്പം എല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാലോ എന്ന് കരുതി ഒന്ന് ഇറങ്ങിയതാ. അപ്പം ഞാൻ ഇത് നമുക്ക് തരുന്ന കുഴപ്പമുണ്ടോ? ഇല്ല, കൊടുക്കും. എത്ര രൂപ തരണം? 350 റുപ്യ ഞാൻ പറയുന്നത്. ഓക്കെ. എന്തെങ്കിലുമൊക്കെ പരിപാടിക്കല്ലേ, നിങ്ങളുടെ നാട്ടിലെ ഒരു പ്രോഗ്രാമിന് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കുറച്ചൊക്കെ എത്താ കേട്ടോ. നോക്കട്ടെ എത്ര രൂപ ഉണ്ടെന്നൊന്ന് നോക്കിയോട്ട്. 500 രൂപയുടെ ബാക്കിയുണ്ടോ? ഇല്ല, 300 രൂപ. എൻ്റെ പിന്നെ 300 രൂപയേ ഉള്ളൂ. 300 മതി. 300 മതി. അതെ, ഞാൻ എൻ്റെ ചില്ലറ ഇല്ലായിരുന്നേ. ഏതായാലും ഒരു കൊല കിട്ടിയിട്ടുണ്ട്. കൊലയുമായിട്ട് ഞാൻ നേരെ സെറ്റിലേക്ക് ചെല്ലുകയാണ്. ഇന്നത്തെ നമ്മുടെ കളി ഒരു കൊലക്കളി തന്നെ ആയിരിക്കാം. ഏതായാലും നല്ല വെയിറ്റ് ആട്ടോ, ഇതൊരു 1.5 കൊലയായി പോയി. ഏതായാലും നമ്മുടെ ക്ലബ്ബ് ഇവിടെ അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പാട്ടും പൂത്തൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മുടെ ക്രൂ ഫുൾ അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ എവിടെ ചെന്നാലും അവിടുത്തെ ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടുക. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ കുറേ ആളുകളൊക്കെ കൂടി നിൽപ്പുണ്ട്. നമുക്ക് ഇതായത് ഈ പണ്ടത്തെ കാലത്ത് ഈ പാലത്തിലിരുന്ന് സൊറ പറയുക എന്ന് പറയും. അപ്പോൾ അതുപോലത്തെ ഒരു സന്തോഷമാണ്. നമസ്കാരം. ഇതൊന്ന് പിടിച്ച് ആരെല്ലാം ഏറ്റുവാങ്ങിയത്? ഇതൊക്കെ പിടിക്കുക, ഉണ്ണിയൊക്കെ പിടിക്കുക. അപ്പോൾ നമ്മുടെ പണിയായുധം എടുക്കട്ടോ. ഒറ്റ സെക്കൻഡേ. എവിടെ എൻ്റെ പണിയായുധം? ഇതാണ് നമ്മുടെ പണിയായുധം. നമസ്കാരം. എൻ്റെ എല്ലാവരും എന്താ ചെയ്യുന്നത്? കൂലിപ്പണി. എല്ലാവർക്കും ഇവിടെ കൂലിപ്പണിയാണ് കൂടുതൽ അല്ലേ? ഏതായാലും നമുക്ക് ഇന്ന് അടിച്ചു പൊളിക്കണം അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? നമ്മുടെ പിള്ളേരെല്ലാം എത്തിയിട്ടില്ലേ? എല്ലാവരും വന്നു. അപ്പോൾ നമ്മുടെ ടീമുകളെല്ലാം വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം അല്ലേ? അപ്പോൾ നമ്മൾ പരിപാടി അടിച്ചു പൊളിച്ച് തുടങ്ങാൻ പോവാണ്. അപ്പോൾ സി കേരളം സൂപ്പർ ബമ്പർ എല്ലാവരോടുമായിട്ടൊന്ന് പറഞ്ഞേ, സി കേരളം സൂപ്പർ ബമ്പർ. സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് സ്വാഗതം. കോഴിക്കോട് ബാലുശ്ശേരിക്കടുത്ത് മുതുവാട്ട് താഴത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രേക്ഷകർ കണ്ടു കാണുമല്ലോ അല്ലേ? ഇപ്പോൾ നമ്മളൊരു കൊലയൊക്കെ ആയിട്ട് അവിടുന്ന് വന്നു, കുറേ ആളുകളെയൊക്കെ പരിചയപ്പെട്ടു, നാടിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ കണ്ടു കാണുമല്ലോ. നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമമാണിത്. നമുക്ക് ഈ മുതുവാട്ട് താഴത്ത് വരാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായി. വല്ലാത്ത ഒരു സാധാരണക്കാരുടെ ഇടയിലേക്കാണ് സി എപ്പോഴും ഇറങ്ങി ചെല്ലുന്നത്. സി കേരളം അത് മാത്രമാണ് ആഗ്രഹിക്കുന്നതും. എപ്പോഴും സാധാരണക്കാരാണ് നമ്മുടെ ഈ ഷോയിൽ വരാറുള്ളത്. ഒരുപാട് സ്ഥലങ്ങളിൽ ദിവസവും നമ്മൾ സഞ്ചരിക്കാറുണ്ട്, ഒരുപാട് ആളുകളെ കാണാറുണ്ട്, ഒരുപാട് ദേശങ്ങൾ കടന്നു വരാറുണ്ട്. പല രീതിയും പല ജീവിതമാർഗവും പല രീതിയിൽ ജീവിക്കുന്നവരും. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് ഉള്ളൊരു മനസ്സിലുള്ള ഒരു സന്തോഷം, നമ്മൾ എവിടെ ചെല്ലുമ്പോഴും നമ്മുടെ ഈ ഷോ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിൻ്റെ ഒരു പ്രതീകമാണ് ഈ നിറഞ്ഞ കയ്യടി. പേരെന്നാ? കമലാക്ഷി അമ്മ. അമ്പലത്തിൽ പോയോ രാവിലെ? വീട്ടിലാരൊക്കെയുണ്ട്? ഒറ്റയ്ക്കാണോ? ഓ, പഴക്കൊല തന്ന ചേട്ടനുണ്ടായിരുന്നില്ലേ, ഇതിലേ പോയി? അയ്യോപ്പോ, അതൊന്ന് കയറ്റി വിട്ടേ, നമ്മുടെ ടീമാ. ഇതാണ് ഈ പുള്ളിയാണ് നമുക്ക്. ഇങ്ങോട്ട് വന്നേ. രാവിലെ നമ്മൾ കണ്ടില്ലായിരുന്നോ? ആദ്യം ഞാൻ പഴക്കൊലയായിട്ട് പോയപ്പോൾ കൊല തന്നു, വീട്ടിൽ പോയി ഷർട്ടൊക്കെ ഇട്ട് മിടുക്കനായിട്ട് വന്നിരിക്കുക. 300 രൂപയ്ക്ക് എനിക്ക് 1 കിലോ പഴം തന്നു. 350 പുള്ളി 300 രൂപയ്ക്ക് തന്നു അല്ലേ? പേരെന്ന് പറഞ്ഞേ? ബാലരാമൻ.
ബാലരാമൻ ചേട്ടൻ ഇനി ഹിറ്റ് ആവും കേട്ടോ. ആ. ഓക്കെ, സന്തോഷമായിട്ടിരിക്കുന്നു. ആ, ഓ, ഹാപ്പിയാണ്. ആ, വീട്ടിൽ പോയി കാപ്പിയൊക്കെ കുടിച്ചു, ആ, എന്നിട്ട് തിരിച്ചു വന്നു അല്ലേ? ആ, പരിപാടി കാണാൻ വേണ്ടി നമ്മൾ ശരി, വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരി. ആ. അപ്പൊ അങ്ങനെ വന്നതാണ്. ആ. ഓക്കെ, അപ്പൊ സന്തോഷം. സൂപ്പർ ബമ്പർ കളി തുടങ്ങാൻ സമയമായി. 5 പേരിൽ ആര് ഇന്നാവും എന്ന് എനിക്കറിയില്ല. ഭാഗ്യം ആരുടെ കൂടെയാണ് നിൽക്കുന്നതെന്നും നമുക്കറിയില്ല. കളി തുടങ്ങാൻ സമയമായി. സ്വാഗതം ചെയ്യാം നമുക്ക് 5 കണ്ടസ്റ്റന്റിനെ. രചന, സാബിറ, എന്താ പോകുന്നത്? പേടിപ്പിക്കും അങ്ങോട്ട്. ഹലോ, നമസ്കാരം. എന്താ പേരെന്താ? എൻ്റെ പേര് രാജു. രാജു മുതലാണല്ലോ. രാജു ജിമ്മിൽ പോകണ്ടോ? രാജു ജിമ്മിലുണ്ടോ? ചെറിയ തോതലല്ലേ? ചക്രമുത്ത എന്നാ പേര്? ജിബീഷ്. പാട്ട് പാടുവോ? പാട്ട് പാടൂല. ആഷ്ന എന്ത് ചെയ്യുന്നു? ആഷ്ന, ഞാൻ പോളിടെക്നിക് കഴിഞ്ഞാണ്. എന്ത് ജോലിക്കാണ് താല്പര്യം? ഗവൺമെന്റ് തരുന്ന ഏത് ജോലിയോ? ഗവൺമെന്റ് തരുന്ന ഏത് ജോലിയും ചെയ്യും. അതാണ്. എന്നാലും ഉള്ളിൽ ഒരു ആഗ്രഹം കാണുമല്ലോ, ഇന്ന ജോലി എന്നൊക്കെ കാണുമല്ലോ. ഗവൺമെന്റിൽ ഇരുന്നൊരു പണി എടുക്കണം, അത്രേ ഉള്ളൂ. ഗവൺമെന്റ് ഇരുന്ന് അങ്ങനെ ഒരു ചീത്ത പറഞ്ഞാക്കണം അല്ലേ? മോൻ എന്ത് ചെയ്യുന്നു? ഞാൻ MA ചെയ്യാണ്. MA ചെയ്യുന്നു. ശങ്കരാചാര്യ കോളേജിൽ മലയാളം. അപ്പൊ കവിതകൾ കാണുമല്ലോ, രണ്ടുപേരും കവിതയിലേക്ക്. പാതി വിരിഞ്ഞൊരു പൂമുട്ടു ഞാൻ എൻ്റെ മോഹങ്ങൾ വാടിക്കരിഞ്ഞു പോയി. ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെൻ്റെ ഓരോ നനവും ഒഴിഞ്ഞു പോയി. സൂര്യകാന്തി പൂവു ഞാനെന്നും എൻ്റെ ഈ സൂര്യനെല്ലി കാട്ടിലേകയായി. പേടിപ്പെടുത്തുന്ന മൂളലായി ഇന്നും ആ പേവിഷത്തുമ്പികൾ പാറിടുന്നു. നല്ലൊരു കയ്യടി കൊടുത്ത് നമുക്കിവരെ സ്വാഗതം ചെയ്യാം. ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയുന്ന ആൾക്കായിരിക്കും എൻട്രി എന്ന് പറയുന്നത്. ചോദ്യം ശ്രദ്ധിക്കുക. അറിയാവുന്നൊരു കൈവെക്കുക, ആദ്യം കൈവെക്കുക. ചോദ്യം ഇതാണ്: അടിക്കും തോറും നീളം കുറയുന്ന എന്ത്? അറിയാവോ? അയ്യോ, അടിക്കും തോറും നീളം കുറയുന്ന എന്താണ്? ആണി. ഏതായാലും അടിക്കും തോറും നീളം കുറയുന്ന എന്താണ്? ആണി. പേരുറക്കെ പറയൂ. സാബിറയാണ്. സൂപ്പർ ബമ്പറിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയുകയാണ്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആദ്യത്തെ ഗെയിമിലേക്ക് കടക്കാം. ഇവിടെ 2 പെട്ടികളുണ്ട്. ഒന്നിൽ പണപ്പെട്ടിയും ഒന്നിൽ പണിപ്പെട്ടിയും. സാബറിക്കുള്ള പണിയാണ് അതിനകത്തുള്ളത്. പണി ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ഏത് പെട്ടിയാണ് സാബറിക്ക് കൂടുതൽ ഇഷ്ടം? അതെന്തായാലും ആ പെട്ടി തന്നെ. പണപ്പെട്ടിയാണ്. എന്തായാലും പണപ്പെട്ടിയിൽ നിന്ന് പണം എടുക്കുന്നതിന് മുമ്പേ സാബറിക്ക് പണിപ്പെട്ടിയിൽ നിന്നൊരു പണി കാത്തിരിപ്പുണ്ടല്ലോ അല്ലേ? അപ്പം പണി ഏതാണെന്ന് നോക്കാം. എടുത്തോളൂ സാബറ. ഓക്കെ, അപ്പം സാബറിക്കുള്ള ആദ്യത്തെ ഗെയിം, ആദ്യത്തെ പണി എന്താണെന്ന് നമുക്ക് പറയാം. ഗെയിമിന്റെ പേരാണ് പടലൻ. ഇതിനകത്ത് 120 സെക്കൻഡിനുള്ളിൽ 2 പടലപ്പഴം സാബർ ഇവിടെ കണ്ടിച്ച് ഇവിടെ വെക്കണം, കട്ട് ചെയ്ത് വെക്കണം. വേറെ പടലയിൽ നിന്ന് പോകാൻ പാടില്ല, വേറെ പടലേക്ക് കയറി പിടിക്കരുത്. 2 പടല മാത്രമേ ഇവിടെ കട്ട് ചെയ്ത് വെക്കാൻ പാടുള്ളൂ. 120 സെക്കൻഡാണ് സാബറിക്കുള്ള സമയം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. കൈ പോകരുത്, ശ്രദ്ധിച്ച്. കൈ പോകാൻ നമ്മൾ ഉത്തരവാദിത്തമില്ല എന്ന് പറയുകയാണ്. ശ്രദ്ധിച്ച് ആ പഴം പോവും, സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച്. എന്തായാലും ഇവിടെ ഒരു പലചരക്ക് കട നമുക്ക് തുടങ്ങണം. കറക്റ്റ് കട്ടിങ്. ആദ്യത്തെ 20 സെക്കൻഡായി. പതുക്കെ ഒരുപാട് സമയമുണ്ട്. 20 സെക്കൻഡ് ആയിട്ടുള്ളൂ. 120 സെക്കൻഡ് സമയമുണ്ട്.
ശ്രദ്ധിക്കുക, മറ്റേ പഴം പോരും പോരും പോരും. ശ്രദ്ധിക്കുക, ഇപ്പുറത്ത് പിടിക്കുക, ഇപ്പുറത്ത് പിടിക്കും, മുകളിൽ. ആ ശ്രദ്ധിച്ച്, ആ അങ്ങനെ. നല്ല കൈയടി സാബർക്ക്. 40 സെക്കൻഡായി. യെസ് യെസ്, സമയം ഇനിയുണ്ട്. അടുത്ത തട്ടിലേക്ക് പോകാം. ശ്രദ്ധിച്ച് ചെയ്യണം, എവിടെ നിന്നാണ് എടുക്കാൻ എളുപ്പമെന്ന് കറക്കി നോക്ക്. വളരെ ശ്രദ്ധിച്ച് സാബറ, കയ്യടി നിർത്തരുത്. ഇങ്ങോട്ട് തിരിയൂ സാബറ, ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പഴക്കറ തിരിച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് ചെയ്യൂ. 40 സെക്കൻഡ് കൂടെ ബാക്കിയുണ്ട്. പെട്ടെന്ന് പിടിക്കുക സാബറ, പറ്റും. ഏതായാലും 1000 രൂപയാണ് നമ്മുടെ ഇദ്ദേഹത്തിനുള്ള സമ്മാനം എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഏതായാലും 1000 രൂപ കൊടുക്കാൻ വേണ്ടി ഞാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ പണപ്പെട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനു മുമ്പേ ഒരു ചെറിയ പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോ സാബറ നല്ലൊരു പെർഫോമൻസ് കണ്ടു. ആ കുട്ടിയുടെ ഒരു ആമി എന്നാണ് അല്ലേ? ആമി എന്നാണ് കുട്ടി, നാട്ടുകാരിയാണല്ലേ? ഓക്കെ, നന്നായിട്ട് പെർഫോം ചെയ്തു. സാബറയ്ക്ക് നമ്മൾ തമ്മിലൊരു കടവുണ്ട്, 1000 രൂപയുടെ കടവ് അല്ലേ? 1000 രൂപയുടെ കടവാണ് എനിക്ക് സാബറയായിട്ടുള്ളത്. 1000 രൂപയാണ് ആദ്യത്തെ ഗെയിമിലുള്ള സമ്മാനം. 2000 രൂപയുടെ ഗെയിമാണ് സി കേരളം സൂപ്പർ ബമ്പറിൽ അടുത്തുള്ളത്. സാബറയ്ക്കുള്ള പണിപ്പെട്ടിയിൽ ഏതു പണിയാണ് സാബറയെ കാത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. സാബിറ റെഡിയല്ലേ? വരൂ. അടുത്ത ഗെയിമിന്റെ പേരാണ് ഒറ്റയാൻ. ഈ 5 പടല പഴത്തിൽ നിന്ന് ഓരോന്നായി ഇരിഞ്ഞ്, അതായത് ഈ പടല ഇങ്ങനെ കയ്യിലേക്ക് എടുക്കരുത്, ഇങ്ങനെ ഇരിഞ്ഞെടുക്കുക കേട്ടെ. ഓരോന്ന് ഇരിഞ്ഞെടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയി വെക്കുക. 120 സെക്കൻഡാണ് സമയം. ഈ ഗെയിമിൽ ജയിച്ചു കഴിഞ്ഞാൽ 2000 രൂപയാണ് സാബറയ്ക്ക് കിട്ടുന്നത്. പക്ഷേ 2000 രൂപ എന്ന് പറയുന്നത് കയ്യിൽ കിട്ടില്ല. 3000 രൂപയുടെ കളിയിലേക്കുള്ള എൻട്രിയാണ് ഈ ഗെയിം. ശരി, ഗെയിം സ്റ്റാർട്ട്. ആദ്യം പിടിച്ചോ. അതെ, 10 സെക്കൻഡ് കഴിഞ്ഞു. കയ്യടി പോരാ, കയ്യടി കൂടുന്തോറും സാബറയ്ക്ക് എനർജി ഉണ്ടാവും. 20 സെക്കൻഡ് കഴിഞ്ഞു. 30 സെക്കൻഡ് കഴിഞ്ഞു. കയ്യടി. 40 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഓരോന്നോരോന്നിടുക. നടക്കും. 50 സെക്കൻഡ്. വല്ലാത്തൊരു കൊലയായി പോയെന്നാ പറഞ്ഞത്. 60 സെക്കൻഡ് കഴിഞ്ഞു. ഒരു 1.5 കൊലയായി പോയി. കൊല രാവിലെ ചുമന്നത് ഞാനാ. ഈ കൊല തന്നത് നിങ്ങളുടെ നാട്ടുകാരാ. ബാലരാമൻ ചേട്ടൻ തന്ന കൊലയാണിത്. 80 സെക്കൻഡ് കഴിഞ്ഞു.
19, 18, 17, 14, 13, 12, 11, ആ സീറോ. സാബിറ എൻ്റെ പോഞ്ഞ് സാബിറ, ഏതായാലും ഇത് വലിയൊരു കാര്യമായി പോയി. ഗെയിമിൽ പോയാൽ പൊളിഞ്ഞു പോയാലും രാവിലെ തൊട്ട് ഓടാൻ രാവിലെ നിന്ന് വിടണം കേട്ടോ. നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്. ഫുഡ് ശ്രദ്ധിക്കണം. മക്കളെ എന്തി അവനെന്തി പോയടാ, ഉമ്മച്ചി പോയി. കിതയ്ക്കുന്നുണ്ട്, സാരമില്ല. ഇത്ര എനർജി ആയിട്ട് കളിച്ചു. സാബിറയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. നല്ല ആക്റ്റീവായിരുന്നു സാബിറ. നല്ല ഒരു കണ്ടസ്റ്റന്റിനെ കിട്ടിയതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ചെറിയ പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
ചെല്ലോ കൊഞ്ചം വാങ്ങോ എന്നയ്യാ ഇതെല്ലാം വിസിലൊന്നും അടിച്ചേ അതാണ് ഇത് താന്താ ഓട്ടോക്കാരേ சொல்லடா ഞാൻ താ ഓട്ടക്കാരൻ ആ പ്രേമാദാ ഇരിക്കെ നന്നായിരുന്നു കേട്ടോ പേരെന്ന് പറഞ്ഞേ പ്രേംജിത്ത് പ്രേംജിത്ത് എന്റെ തൊപ്പി പോയി തരൂല്ല ഞാൻ ഗംഭീരമായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു നന്നായിട്ട് പാടി അപ്പോൾ സി കേരളം സൂപ്പർ ബമ്പറിന് നല്ലൊരു സമ്മാനം അടിപൊളി അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സാബരത്ത പുറത്തു പോയി ഇനിയിപ്പോൾ വീണ്ടും 4 പേര് കൂടെ ഉണ്ട് ആ 4 പേരിൽ ആരാണ് ഇനി അടുത്ത് കളിക്കാൻ പോകുന്നത് നമുക്കറിയണം ഏതായാലും ചോദ്യം ഇതാണ് പുറത്തുനിന്ന് ഉത്തരം പറയരുത് അകത്തുനിന്നുള്ളവർ മാത്രം ഉത്തരം പറയുക ചോദ്യം ഇതാണ് പുറയിൽ തലയുള്ള ജീവി ഏതാണ് നിങ്ങളാണോ പുറയിൽ തലയുള്ള ജീവി ഏതാണ് ഞാനാണ് ആരാണ് മുതല വർക്കിയോ മുതല സ്വാഗതം ചെയ്യാം രാജുവിനെ സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് ഗെയിം ഏതാണെന്ന് അറിയണം രാജിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഗെയിം പെട്ടിയിലുണ്ട് ആ ഗെയിം ഏതാണെന്ന് നോക്കാം ഏത് ഗെയിമാണ് എന്ന് നമുക്ക് നോക്കാം ബന്ധനസ്ഥനായ പഴം മുതലാളി ഗെയിമിലേക്ക് പോകാം ഇവിടെ കുറെ പഴവിരിപ്പുണ്ട് ഒരു ചരടിരിപ്പുണ്ട് പിന്നെ ബന്ധനസ്ഥനായ പഴം മുതലാളിയുണ്ട് ഏതായാലും രാജു മുതലാളിയെ ബന്ധനസ്ഥനാക്കാൻ വേണ്ടി 2 പേര് വന്നിട്ടുണ്ട് രാജുവിന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് വരിഞ്ഞു കെട്ടിക്കൂ കാലടിപ്പിച്ച് വെച്ച് കേട്ട് അത് അഴിഞ്ഞു പോകരുത് രാജു കാലടിപ്പിച്ച് വെച്ച് അപ്പൊ മുതലാളിയെ ബന്ധനസ്ഥനായ പഴം മുതലാളിയുടെ ആദ്യം നമ്മൾ ബന്ധനസ്ഥനാക്കിയിരിക്കുകയാണ് അടുത്ത ഇനി പഴമാണ് രാജുവിന് കാലിങ്ങനെ നടക്കാൻ പറ്റത്തില്ല രാജു ചാടി മുതലാളി ആസ്വദർക്കെല്ലാം ഒരു മഹാരാജാവാണെന്ന് കരുതിക്കൊണ്ട് എല്ലാവർക്കും ഓരോ പഴം വീതം 120 സെക്കൻഡിനുള്ളിൽ എടുത്തു കൊടുക്കുക മനസ്സിലായോ ബന്ധനസ്ഥനായ പഴം മുതലാളിയുടെ ഗെയിമാണ് ഇവിടെ നടക്കുന്നത് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ചാടി കൊടുക്കുക ഒരു 2 സൈഡിലും മാറി കൊടുക്കണം 2 സൈഡിൽ അവിടെ മാത്രം കൊടുത്താൽ പോരാ 2 സൈഡിലും മാറ്റിക്കൊടു 2 സൈഡിലും പടത്തൽ എവിടെ ഇരുത് ആർക്കൊക്കെ തരുന്നത് നോക്കിയേ രാജുവിന്റെ ആ സ്നേഹം ആഞ്ഞ് കയ്യടിക്ക് പഴം തിന്നാ മാത്രം പോരാ സപ്പോർട്ട് കൊടു 30 സെക്കൻഡ് കഴിഞ്ഞു സമയം ധാരാളമുണ്ട് ജയിച്ചിരിക്കുകയാണ് പഴം തീർന്നു ഈ ഒരെണ്ണം എനിക്ക് തരുമെന്ന് കരുതി കേട്ടോ തരാറുതല്ലോ ബുദ്ധിമുട്ടിച്ചല്ലേ എന്നാ ചെയ്യാനാ സൂപ്പർ ബമ്പറിലെ 1000 രൂപയുടെ കളിയിൽ രാജു വിജയിച്ചിരിക്കുകയാണ് ആദ്യ സമ്മാനം 1000 രൂപ 1000 രൂപ സമ്മാനം രാജുവിന് സി കേരളം സൂപ്പർ ബമ്പറിൽ ആദ്യത്തെ സമ്മാനം രാജുവിന് 1000 രൂപ രാജുവിനുള്ള അടുത്ത കളി എന്താണെന്ന് നമുക്ക് നോക്കാം $2000 രൂപയുടെ ഗെയിമാണ് അടുത്തായിട്ടുള്ളത് ഗെയിമിന്റെ പേര് നിങ്ങൾക്ക് അറിയണ്ടേ ഗെയിമിന്റെ പേരാണ് തീറ്ററപ്പായി അപ്പൊ ഇവിടെ നമ്മുടെ ഒരു കുട്ടി നിപ്പുണ്ട് സൂര്യ എന്നാണ് പേര് നന്നായിട്ട് പാടും സൂര്യമോളെ പാടൂലേ ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴാകെ അലഞ്ഞോലാണ്ടി ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴാകെ അലഞ്ഞോലാണ്ടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി ഇന്ന് നിന്റെ വീട്ടില് കല്യാണാലങ്കാരം ഇന്നെൻ്റെ വീട്ടില് കണ്ണീരാണ്ടി ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ
കുടപ്പുഴാകെ അലഞ്ഞോലാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴാകെ അലഞ്ഞോലാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. മണിച്ചേട്ടൻ്റെ അതിഗംഭീരമായ പാട്ടാണ്. എല്ലാവരുടെയും പാവമായ ഇപ്പോഴും ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടൊരു കലാമണിയാണ് മണി. മണിക്ക് തുല്യം മണി മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോഴും ഇത്രയും നാളായി നമ്മളെ വിട്ടുപോയെങ്കിലും എല്ലാവരുടെയും ജനഹൃദയങ്ങളിൽ ഒരുപാട് അമ്മമാരുടെ, ഒരുപാട് സഹോദരിമാരുടെ, ഒരുപാട് സുഹൃത്തുക്കളിലെ പ്രിയങ്കരനായ മണിച്ചേട്ടൻ. ഏത് നാട്ടിൽ നമ്മൾ പ്രോഗ്രാമിന് ചെന്നാലും അവിടെയുള്ള നാട്ടുകാർ ആദ്യം പാടുന്ന പാട്ടാണ് ഈ ഗാനം. മണിച്ചേട്ടൻ്റെ ഓടപ്പഴം പോലൊരു എന്ന് തുടങ്ങുന്ന, ഹൃദയത്തിൽ വേദന ഉണർത്തുന്ന, അറിയാതെ കണ്ണ് നിറഞ്ഞു പോകുന്ന ഈ ഗാനം. നമുക്കിവിടെ ഒരു 20 പഴം വെച്ചിട്ടുണ്ട്. ഇതാണ് ഗെയിം എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ഗെയിമാണ്. 20 പഴം നല്ല ഒന്നൊന്നരല്ല വളാന്നിരിക്കുന്ന പഴമാണ്, നല്ല തകർക്കും. അപ്പോൾ ഈ പഴം ഒരു 100 സെക്കൻഡിനുള്ളിൽ ഫുള്ള് കഴിച്ചു തീർക്കുക. നേരത്തെ അവിടെ കൊടുത്തു, ഇനി നമ്മൾ കഴിക്കുക. മനസ്സിലായില്ലേ? സിമ്പിളായിട്ടുള്ള ഗെയിമാണ്. ഈ ഗെയിം ജയിക്കുകയാണെങ്കിൽ 2000 രൂപയുടെ ഗെയിമാണ് രാജു ജയിക്കാൻ പോകുന്നത്. അതായത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ് ഇത്. ഏതായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. രാജു റെഡിയാണ്. തീറ്ററപ്പായി രാജു മാറുകയാണ്. ഗെയിം സ്റ്റാർട്ട്. തീറ്ററപ്പായി പുലിയായിരുന്നല്ലേ? അഞ്ച് പിടിക്ക്. 20 സെക്കൻഡ്. എളുപ്പമാണ്. ഉറപ്പായിട്ടും പ്രിയങ്കരനായ രാജുവാണ് മത്സരിക്കുന്നത്. ഇത്രയും നല്ല സപ്പോർട്ട് രാജുവിന്. അതെ, നല്ല സപ്പോർട്ടാണ് രാജുവിന്. മാറ്റി പിടിക്ക, ആഞ്ഞു പിടിക്ക. ജയിക്കല്ലേ? ജയിക്കും, ജയിക്കും. രാജു നടക്ക. പറ്റൂല? പറ്റും, രാജുവിനെ കൊണ്ട് പറ്റും. ഓ, ഓക്കെ. രാജു, കമോൺട്രാ. നാല് പഴം കൂടെയുണ്ട്. പ്രിയപ്പെട്ട രാജു, ഇതാ 20 പഴമാണ് 100 സെക്കൻഡ് കൊണ്ട് കഴിച്ചു തീർത്തത്. മൂന്നാമത്തെ ലെവലിലുള്ള മൂന്നാമത്തെ ഗെയിമാണ് നമ്മൾ, അല്ലേ? അതായത് കളിച്ചോളാം. 3000 രൂപയുടെ ഗെയിമാണ് രാജുവിനുള്ളത്. എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ രാജു ഇതിനകത്ത് ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. ഗെയിം എന്താണെന്ന് നമുക്കറിയണം, അല്ലേ? എന്തായാലും നമുക്ക് കളിച്ചു നോക്കാം. ഓക്കെ, കളിച്ചു നോക്കാന്നല്ല, കളിച്ചു നോക്കാന്നല്ലേ? ഓക്കെ, നമുക്ക് ഗെയിം ഏതാണെന്ന് അറിയേണ്ടതുണ്ട്. രാജു, എന്നാ എടുത്തോ രാജു. ഓക്കെ, രാജുവിനുള്ള ഗെയിം ഏതാണെന്ന് നമുക്കറിയാം. എളുപ്പമുള്ള ഗെയിമാണ്. ആ ഗെയിം രാജുവിനെ കൊണ്ട് കളിപ്പിക്കാം. ഗെയിം ഏതാണെന്ന് അറിയാൻ നിങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട്. ഏതായാലും നമുക്ക് ചെറിയൊരു ഇടവേള ആവശ്യമുണ്ട്.
ആ ഇടവേളയിൽ നമുക്ക് നല്ലൊരു പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി. എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടട്ടം ഓടിടുമ്പോ വലിച്ചെൻ്റെ കയ്യും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി. എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടട്ടം ഓടിടുമ്പോ വലിച്ചെൻ്റെ കയ്യും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. മുറയെ പണിയെടുത്തും കപ്പം കട്ടം കുടിച്ച കാലം, വള്ള നിറയ്ക്കാൻ വഴിയില്ലാതന്ന് നടന്നൊരു കുട്ടിക്കാലം. കഷ്ടപ്പാട് കണ്ട് ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോൾ കഷ്ടപ്പെടുന്ന മനസ്സുകളൊന്നും തിരിച്ചറിയുമെന്ന് ഞാൻ. മുറയെ പണിയെടുത്തും കപ്പം കട്ടം കുടിച്ച കാലം, വള്ള നിറയ്ക്കാൻ വഴിയില്ലാതന്ന് നടന്നൊരു കുട്ടിക്കാലം. കഷ്ടപ്പാട് കണ്ട് ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോൾ കഷ്ടപ്പെടുന്ന മനസ്സുകളൊന്നും തിരിച്ചറിയുമെന്ന് ഞാൻ. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി. എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടട്ടം ഓടിടുമ്പോൾ വലിച്ചെൻ്റെ കയ്യും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. കറുത്തൊരു പേന്റെ മുഷിഞ്ഞ ചുട്ടയലക്കി ഡിക്കിയിൽ വെച്ചത് ഓർത്തു ഞാൻ ഇന്ന് കരഞ്ഞു പോകും. എന്റെ നിറമ്പുൽ കറുത്തൊരു പേന്റെ മുഷിഞ്ഞ ചുട്ടയലക്കി ഡിക്കിയിൽ വെച്ചത് ഓർത്തു ഞാൻ ഇന്ന് കരഞ്ഞു പോകും. തേച്ചാലും മാച്ചാലും ജീവചരിത്രം മനസ്സിനും ആയുകില്ല. ഈ ചാലക്കൂടിക്കാരൻ ചാലക്കൂടി നാട് വിട്ടെങ്ങും പോകുകില്ല. തേച്ചാലും മാച്ചാലും ജീവചരിത്രം മനസ്സിനും ആയുകില്ല. ചാലക്കൂടിക്കാരൻ ചാലക്കൂടി നാട് വിട്ടെങ്ങും പോകുകില്ല. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി. എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടട്ടം ഓടിടുമ്പോ വലിച്ചെൻ്റെ കയ്യും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി. എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടട്ടം ഓടിടുമ്പോ വലിച്ചെൻ്റെ കയ്യും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി. എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടട്ടം ഓടിടുമ്പോ വലിച്ചെൻ്റെ കയ്യും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. എത്ര നാളായി മണിച്ചേട്ടൻ്റെ പാട്ട് പാടുന്നു? മണിച്ചൻ്റെ പാട്ടൊരു 4 വർഷമായി. 4 വർഷമായല്ലേ? ഏത് പാട്ടാണ് മണിച്ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഓടപ്പഴം, പിന്നെ ആരാരുമാവാത്തത്, പിന്നെ പകല് മുഴുവൻ, പിന്നെ പെണ്ണെ പേടമാന്. ഓക്കെ. മണിച്ചേട്ടൻ്റെ ഏറ്റവും ആദ്യത്തെ പാട്ട് ഏതെന്നറിയോ? ഹിറ്റായ പാട്ട്, ഒരു ഓഡിയോ കാസറ്റിലൂടെ വന്ന പാട്ട് ഏതെന്നറിയോ? അറിയില്ല? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? മണിച്ചേട്ടൻ്റെ ആദ്യത്തെ ഓഡിയോ കാസറ്റിലൂടെ ഹിറ്റായ പാട്ട്, ജനം ശ്രദ്ധിച്ചു തുടങ്ങിയ പാട്ട് ആരാണ് പറയാൻ ധൈര്യമുള്ളവർ? അവർക്കൊരു സമ്മാനമുണ്ട്. ആരാണ്? ഓടേണ്ട അല്ല. ഏതാണ്? അല്ല, കണ്ണിമാങ്ങ അല്ല. ഏതാണ്? ആരാണ് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? തൂശിമക്കുന്താരോ പൂളുമ്പോ ചോപ്പുള്ള മാങ്ങ നിക്കിട്ടും വേണ്ട അടിയ. എന്നമ്മോ പൂളുമ്പോ ചോപ്പുള്ള മാങ്ങ നിക്കിട്ടും വേണ്ട അടിയ. അറിയോ? പാടിക്കേ. അറിയില്ല. ആദ്യത്തെ പാട്ടാണ് മണിച്ചേട്ടൻ്റെ. ഏതായാലും നല്ലൊരു സമ്മാനം. സൂപ്പർ മർമ്മലിൽ വന്നതിന് ഒരുപാട് നന്ദി. ഇന്ന് ശരിക്കും പറഞ്ഞാൽ
ശരിക്കും മണിച്ചേട്ടൻ്റെ ഒരു ഷോ ആയി പോയാലും എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ? ഭയങ്കര എന്തോ ഒരു അദ്ദേഹത്തിൻ്റെ, നമുക്കെപ്പോഴും എവിടെ ചെന്നാലും ഒരു മണിച്ചേട്ടൻ്റെ പാട്ട് കേട്ടാൽ മതി. ശരിക്കും മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ബൂസ്റ്റാ. മണിച്ചേട്ടൻ ആദ്യമായിട്ട് കാസറ്റിലൂടെ പാടി ഹിറ്റാക്കിയ പാട്ടാണ് തൂശിമേ കൂന്താരോ എന്ന് പറയുന്നത്. ആരാണത് പറഞ്ഞു തരാം? വാ വരൂ, ഒരു നല്ല സമ്മാനമുണ്ട്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ മണിച്ചേട്ടൻ്റെ ഒരു എപ്പിസോഡായി പോയി. ഒരുപാട് മണിച്ചേട്ടൻ ആരാധകരുള്ള സ്ഥലമല്ലേ? കലാഭവമണി ആരാധകർ എന്ന് കൈയടിച്ചേ. ഇപ്പോഴും ഒരുപാട് ഹൃദയങ്ങളിൽ ജീവിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ മണിച്ചേട്ടൻ. ഞാൻ ചോദിച്ചതായിരുന്നു, മണിച്ചേട്ടൻ പാടി ആദ്യം ഹിറ്റായ മണിച്ചേട്ടൻ്റെ എല്ലാ ഗാനങ്ങളും ഹിറ്റാണ്. പക്ഷെ തുടക്കത്തിലെ എല്ലാവരും ഏറ്റുപാടിയ ഗാനമായിരുന്നു കാസറ്റിലൂടെ. അന്ന് CD ഇറങ്ങിയിട്ടില്ല. അതിനു മുമ്പേ മണിച്ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്ന രീതിയിലുള്ള ഒരു പാട്ടായിരുന്നു ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം എന്ന കാസറ്റിൽ വന്ന ഈ പാട്ട്. കേട്ടിട്ടുണ്ടോ പാട്ട്? കാസറ്റ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പേരെന്താണ്? ഷമീർ. ഷമീറിന് ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം കേട്ടോ ഷമീറെ. രാജിമോനെ, എന്തോ എന്നാ ഉണ്ടെന്നേ? വിശപ്പ് മാറി, പഴം കഴിച്ചു. പക്ഷെ ഞങ്ങളെല്ലാം സമയം എത്രയായി? ഈ സമയത്ത് വിശപ്പിന്റെ സമയം തന്നെയാ അല്ലേ? ഒരുപാട് പേരിന്ന് ഞങ്ങൾ കഴിച്ചിട്ടില്ല, ഇവിടെ നിൽക്കുന്നവർ കഴിച്ചിട്ടില്ല, കഴിച്ചുകൊണ്ടിരിക്കുന്ന ചിലരൊക്കെ ഇവിടെ ഉണ്ട്. അതൊന്നും നമുക്ക് വിഷയമല്ല. എന്നാലും നമ്മൾ ഗെയിം തീർത്തിട്ടേ പോകത്തുള്ളൂ. രാജു മാത്രമേ ഇവിടെ കഴിച്ചുള്ളൂ, കുറേ പഴം കഴിച്ചു. ഗെയിമിലേക്ക് പോകാം. ഗെയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ ഗെയിമിൻ്റെ പേരെന്തായിരുന്നു? പഴക്കൊട്ടാരം. അപ്പോൾ ഇവിടെ കുറേ പഴം കൂട്ടി വെച്ചിട്ടുണ്ട്, ഒരു പ്ലേറ്റിൽ കുറേ സൂചിയുണ്ട്. ഈ പഴക്കൊട്ടാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 4 പഴം നിങ്ങൾ തറയിൽ മുട്ടാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. 4 പഴം നിങ്ങൾ തറയിൽ മുട്ടിച്ചു, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അതിൻ്റെ കൂടെ ഈ കൊട്ടാരം ഉണ്ടാക്കുമ്പോൾ ഓരോ സൂചി നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്നു. ഈ സൂചി ഇത് കണക്ട് ചെയ്യുന്നു. പക്ഷേ ഒരു പഴം അതിൻ്റെ മുകളിൽ വെക്കണമെങ്കിൽ അതിൻ്റെ ഗ്യാപ്പിൽ സൂചി ഉണ്ടാവണം. മനസ്സിലായില്ലേ? 2 സൂചി ഉണ്ടാവണം. പക്ഷേ ഈ പഴം അടുത്ത പഴമായിട്ട് വേണം കണക്ട് ചെയ്യാൻ, താഴെ പോകാതെ. മനസ്സിലായില്ലേ? 80 സെക്കൻഡാണ് സമയം. മാക്സിമം നല്ല രീതിയിൽ ചെയ്യുക. അടുത്ത ഗെയിമിലേക്ക് പോകണം, സമ്മാനം വാങ്ങണം. റെഡിയല്ലേ രാജു? റെഡിയാണല്ലേ? ഇവിടെ കൊട്ടാരം പണിയുന്ന പ്രിയങ്കരനായ രാജുവാണ്. അപ്പോ ഗെയിം സ്റ്റാർട്ട്. പഴക്കൊട്ടാരം. അയ്യടി മോന, കയ്യടി. യെസ്, 20 സെക്കൻഡ് കഴിഞ്ഞു. 80 സെക്കൻഡാണ് സമയം. പ്ലാൻ ചെയ്ത് ചെയ്യുക. ക്രോസ് ചെയ്യുക. രാജു ചെയ്യ, കണക്ട് ചെയ്യ. 35 സെക്കൻഡ് കഴിഞ്ഞു. രാജു ശ്രമിച്ചാൽ നടക്കും. ബാലൻസ് ചെയ്യണം. 40 സെക്കൻഡ് കഴിഞ്ഞു. ചെയ്യുക. 35 സെക്കൻഡ്. 50 സെക്കൻഡ്. 60 സെക്കൻഡ് കഴിഞ്ഞു. 65 സെക്കൻഡ് കഴിഞ്ഞു. 70 സെക്കൻഡ് കഴിഞ്ഞു. 10 9 6 5 4 3 2 0. കൊട്ടാരമൊക്കെ കെട്ടിപ്പോക്കി. പക്ഷേ കൊലച്ചതിയായി പോയി. ആരായി ഗെയിം കണ്ടുപിടിച്ച്? എൻ്റെ രാജ്യമോനെ ചതിക്കാൻ വേണ്ടിയുള്ള മാത്രമുള്ള ഗെയിമായിരുന്നു ഇത്. സമ്മതിക്കൂല, ഞങ്ങൾ സമ്മതിക്കൂല. സാരമില്ല രാജു, കാരണം ഇത് എളുപ്പമുള്ള ഗെയിമാണ്. പക്ഷെ ഒന്ന് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ അല്ലേ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഗെയിം തന്നെയാണ്. കാരണം മൂന്നുള്ളൂ. പക്ഷെ ഇടയ്ക്ക് ഇച്ചിരി ലാഗ് വന്നു അല്ലേ? 3 പഴവേ ബാക്കിയുള്ള കാര്യം പറഞ്ഞ. പക്ഷേ രാജു പോകുന്നതിൽ എനിക്ക് എല്ലാവരെക്കാളും കൂടുതൽ വിഷമമുണ്ട്. കാരണം രാജുവായിട്ട് ചെറിയ സമയം കൊണ്ട് നല്ല സൗഹൃദമായിരുന്നു. അത് വല്ലാത്തൊരു വിഷമം വന്നു. നന്നായിട്ട് കളിച്ചു കേട്ടോ, ഒരുപാട് നന്നായിട്ട് കളിച്ചു. അതിനേക്കാളും കൂടുതൽ നല്ല എനർജിയുള്ള ഒരാളാണ്, നല്ല പോസിറ്റീവ് ചിന്താഗതിയുള്ള ഒരാളാണ്. എന്തായാലും നമുക്ക് രാജുവിനെ പുറത്തേക്ക് വിടാം. വളരെ വിഷമത്തോടു കൂടി. രാജു, ഒരുപാട് സന്തോഷം. താങ്ക് യു കേട്ടോ. പൊളിക്കണം നമുക്ക് ഇനി കേട്ടോ. നമ്മളൊരു ഗെയിമിൽ പോയെന്നോർത്തോണ്ട് നമുക്കൊന്നും ഒരു വിഷയം പോയി പണി നോക്കാൻ പറ. 1000 രൂപ സമ്മാനം കിട്ടിയിട്ടുണ്ട്, അത് മതി നമുക്ക്. ഏതായാലും രാജുവിനെ നമുക്ക് പുറത്തേക്ക് വിടുകയാണ്. പക്ഷേ മനസ്സിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വിടില്ല. രാജു നമ്മുടെ ഹൃദയത്തിൽ തന്നെയുണ്ട്. ഓക്കെ, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഈ വാക്കുകൾ അല്ലേ?
ഓക്കെ, സന്തോഷം രാജു. ഓക്കെ, ഏതായാലും രാജു പോയി. ഇന്നത്തെ മുഴുവൻ എപ്പിസോഡ് എന്ന് പറയുന്നത് ഞങ്ങൾ ഈ പഴക്കൊല തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് പറയുന്നത് ഗ്രാമങ്ങളിൽ വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ വിശുദ്ധിയുണ്ട്, ആ നന്മയുണ്ട്, എല്ലാം ഉണ്ട്. കഴിക്കുന്ന ഭക്ഷണത്തിലും നൽകുന്ന ചിരിയിലായാൽ പോലും അതിനൊരു സത്യമുണ്ട്. ആ സത്യമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രാമങ്ങളുടെ സ്നേഹം ഉള്ളിൽ തട്ടുന്നതാണ്. ഗ്രാമങ്ങളിലെ അമ്മമാർ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അവരുടെ സ്നേഹത്തിന് കാപട്യമില്ല, സന്തോഷത്തിന് കാപട്യമില്ല, അവർ തരുന്ന ആഹാരത്തിന് കാപട്യമില്ല. വിഷം നിറയാതിരിക്കുന്നതാവട്ടെ നമ്മുടെ ഭൂമി, വിഷം പകരാതിരിക്കുന്നതാവട്ടെ നമ്മുടെ ഭൂമി. വിഷങ്ങൾ മാറ്റിവെച്ച് സ്നേഹം മാത്രം നമുക്ക് പകരാം, നന്മ പകരാം, ചിരി പകരാം, സന്തോഷം പകരാം, സൂപ്പർ ബമ്പർ പകരാം. നിറമുള്ള കാഴ്ചകളും ഒരുപാട് വിഷയങ്ങളും കൈ നിറയെ സമ്മാനങ്ങളുമായി ഞാനുണ്ടാവും, നിങ്ങളുണ്ടാവണം. നാളെ ഒരു പക്ഷേ നിങ്ങളുടെ നാടുകളിലാവാം, ഗ്രാമങ്ങളിലാവാം, വീടിന്റെ അടുത്താവാം. ഉറപ്പായും ഉണ്ടാവും, സന്തോഷമായും ഉണ്ടാവും, സ്നേഹവുമായും ഉണ്ടാവും. ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.